അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 3 സിമ്പിൾ റെസിപ്പീസാണ് ചെയ്യുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള മാസ് ചേർത്തിട്ടുള്ള മുരിങ്ങൻ്റെ ഇല കറിയും, പിന്നെ ഒരു സാധാരണ മാസ് കൂട്ടാനും, പിന്നെ നമ്മൾ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു മാസ് മുളകൊടിച്ചതും. പലർക്കും ഈ മാസ് എന്താണെന്നുള്ളത് അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനത് വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ആദ്യം തന്നെ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പീസിലേക്ക് പോവാം. ആദ്യം നമുക്ക് മാസ് ചേർത്തിട്ടുള്ള മുരിങ്ങൻ്റെ ഇല കൂട്ടാൻ വെക്കാം. ബിസ്മില്ല. അപ്പോൾ അതാ നമുക്ക് മുരിങ്ങൻ്റെ ഇലയൊക്കെ ഒന്ന് ഈരിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 തണ്ട് മുരിങ്ങൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൊമ്പും ചില്ലൊന്നും ഇല്ലാതെ ഇല മാത്രമായിട്ട് നമുക്കൊന്ന് ഈരിയെടുക്കണം. ചെറുതായിട്ട് കൊമ്പും ചില്ലൊക്കെ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും മാക്സിമം ഇല മാത്രമായിട്ട് ഈരിയെടുത്താൽ കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നല്ല സമാധാനമായിട്ട് ഇലയൊക്കെ ഒന്ന് ഈരിയെടുത്ത് വെക്കുക. ഇതിന് മാത്രമേ നമുക്ക് കുറച്ച് സമയം എടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ള തേങ്ങൻ്റെ അരപ്പ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതാ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാനിത് നമ്മളെ മാസം ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ മിക്സിയിലിട്ട് അരക്കാണ് കേട്ടോ തേങ്ങൻ്റെ കൂടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ കൂടെ താളിച്ചിട്ട് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ മാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. നല്ല വെണ്ണ പോലെ അങ്ങോട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് താളിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം ഒരു 3-4 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ് ചേർക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മാസ് ഈ തേങ്ങയിലിട്ട് അരച്ച് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ സമയം ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. അരച്ച് ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാവും. എന്താ വെച്ചാൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ചെറിയ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമാവില്ല. ഇനി നമ്മൾ മുരിങ്ങൻ്റെ ഇല നന്നായിട്ട് കൊമ്പും ചില്ലൊന്നും ഇല്ലാണ്ട് ഈരിയെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇല കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അങ്ങനെ ഞരടിയിട്ടൊന്നും കഴുകിയെടുക്കരുത്. ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. നമ്മളെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാകുന്ന സാധനമല്ല, അത്ര അധികം ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. ഇനി എത്ര താളിച്ചെടുക്കണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇല കടിക്കാൻ അത്ര ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് താളിച്ചെടുത്തോളൂ. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും താളിച്ചെടുക്കാറില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് താളിച്ചെടുക്കലേ ഉള്ളൂ. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ഇല ഒന്ന് താളിക്കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് ചെറുതായിട്ട് തിള വന്നാൽ നമ്മളെ കറി റെഡിയായി. ഈ കറി ചൂടാറുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. ചൂടാറുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഈ ചീര മുരിങ്ങൻ്റെ ഇലയൊക്കെ ആകുമ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് തന്നെ ഒരു ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് കൺസിസ്റ്റൻസിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇതുപോലെ തിള വന്നാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മൾ മുരിങ്ങൻ്റെ ഇല മാസം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ചുട്ടത്തിരിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല നേരിയപ്പത്തിരി, അരച്ചുട്ടത്തിരി അല്ലെങ്കിൽ കൈപ്പത്തിരി, അങ്ങനെ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പത്തിരികളാണ് ഇതിൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ. ഈ കറി ഇതുപോലെ തന്നെ മാസ് ചേർക്കാതെ മുരിങ്ങൻ്റെ ഇല മാത്രമായിട്ടും ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ സാധാരണ മുരിങ്ങൻ്റെ ഇല കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ. പക്ഷെ മാസ് ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഈ കറീൻ്റെ ടേസ്റ്റ് വേറൊരു ലെവൽ തന്നെയാണ്. ഇനി നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല മാസ് മുളകൊടിച്ചത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മാസ് ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ മാസ് ഒരു ചെറിയ കഷ്ണം ഞാൻ ഇടിക്കലിലിട്ടിട്ട് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മാസിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ചുവക്കനുസരിച്ചിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുണ്ടാവും. ചില മാസിന് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കുറച്ച് അധികം ഇടേണ്ടി വരും. ചിലതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മളെ മുളകൊടിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി 2 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 5 ചുവന്നുള്ളി വേണം. പിന്നെ അതൊരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഇത്രയും മതി. ഇനി നമുക്ക് വേഗം നമ്മൾ മുളകൊടിച്ചത് ഉണ്ടാക്കാം.
ഇനി ഇതാ നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 2 വറ്റൽമുളകും, ഒരു അല്ലി വെളുത്തുള്ളിൻ്റെ പകുതിയും, ഒരു 5 ചുവന്നുള്ളിയും, പിന്നെ മാസ് അത് ഇതാ 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി നിങ്ങൾക്ക് ഈ മാസും ഉള്ളിയൊക്കെ ഇങ്ങനെ അത്ര കടിക്കണത് ഇഷ്ടമില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ തേങ്ങ ചേർത്താൽ മതി. ഞാനിപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇത് അധികം അരയേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് വേഗം ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ നമ്മളെ മുളകൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത്ര അരഞ്ഞാൽ മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ആക്കണ പോലെ അത്ര അങ്ങോട്ട് അരയണ്ട, ചെറുതായിട്ട് ആ തേങ്ങൻ്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവണം. ശരിക്കും ചോറിൻ്റെ കൂടെ ഈ മുളകൊടിച്ചത് മാത്രം ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ശരിക്കും ഇത് റമദാനിലൊക്കെ എല്ലാ ദിവസവും ഉണ്ടാക്കും, അതായത് നമ്മളെ ഭാഗത്തൊക്കെ അത്താഴത്തിന് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരു മുളകൊടിച്ചതാണിത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണതാണ് മാസ് കൂട്ടാൻ. ശരിക്കും ഇതൊരു മാസ് കൂട്ടാൻ തന്നെയാണ്, വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിരകി എടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മെയിൻ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി ഇതൊന്ന് തൂമിച്ചെടുത്താൽ തന്നെ നമ്മളെ കറി റെഡിയായി. അപ്പോൾ ഇതാ നമ്മളെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും ആ ഒരു എണ്ണ മാറിയാൽ അത് ശരിക്കും മാറ്റണ്ടാവും. അപ്പം വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ കളറൊന്നും ആവേണ്ടത്, ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഈ സമയം നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ നമുക്കിതാ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ചേർക്കുമ്പോൾ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടി കൂടി കിട്ടും. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കറിവേപ്പിൻ്റെ ഇല കുറച്ച് അധികം ചേർത്താൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതുപോലത്തെ ഒരു ഈസി മുട്ടക്കറി ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്, അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കറിവേപ്പിൻ്റെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ പലരും ഉണ്ടാക്കി നോക്കിയിട്ടുള്ള കറിയാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളെ മെയിൻ ഹീറോ ആയിട്ടുള്ള മാസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ മാസാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ കറിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ രസമല്ല. നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ലല്ലോ, തക്കാളി ആയാലും വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നല്ല സിമ്പിളായിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കാനൊന്നുമില്ല, അധിക സമയം താളിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ സെക്കൻഡ്സ് കൊണ്ട് കഴിയുന്ന പരിപാടികളാണ് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ അരപ്പും കൂടി ചേർക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ, നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് കറീൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ റെഡിയാക്കി എടുക്കുക. തേങ്ങ അരച്ച് ചേർത്ത കറി ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് തിക്കാവും കേട്ടോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിള വന്നാൽ നമ്മളെ മാസ് കറി റെഡിയായി. കറി ശരിക്കും മാസ് തന്നെയല്ലേ. ഇതൊരു 4-5 നേരിയവത്തിരി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ മാസ് കറി എന്താണെന്ന് മനസ്സിലാവുക. അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് മാസമൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒന്ന് വേഗം ഉണ്ടാക്കിക്കോളി. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഈ മാസ് എന്നല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് അറിയണ പോലെ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ടൂണ ഫിഷ്, അതായത് ചൂരമീൻ തന്നെ, അത് പുഴുങ്ങിയെടുത്തിട്ട് ഉപ്പിട്ട വെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് പുക കൊള്ളിച്ചിട്ട് പിന്നെ അത് നന്നായിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കും. നമ്മളിത് ചെറുപ്പം മുതലേ കണ്ടും കഴിച്ചും വളർന്നുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാനൊന്നും നിന്നിട്ടില്ല. സംഭവം എന്തായാലും നല്ല ടേസ്റ്റാണ്. ശരിക്കും ഇത് ടൂണ ഫിഷാണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞറിയിക്കുക തന്നെ വേണം. അല്ലാതെ ഇതിന് ആ ഫിഷിൻ്റെ ഒരു സ്മെല്ലോ ആ ഒരു ടേസ്റ്റോ ഒന്നുമല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇത് ശരിക്കും ഒരു മരക്കഷ്ണത്തിൻ്റെ പോലാണുള്ളത്. ഇത് നമുക്ക് അമ്മിക്കല്ലിൽ ഇട്ടിട്ടൊന്ന് കുത്തിയെടുക്കുക, അല്ലെങ്കിൽ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ കത്തി കൊണ്ടൊന്ന് ചെത്തിയെടുക്കുകയൊക്കെ വേണം. കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. പിന്നെ ഇത് മെയിനായിട്ട് ലക്ഷദ്വീപിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോഴിക്കോട് മാർക്കറ്റിലൊക്കെ കിട്ടുമെങ്കിലും അവിടെ പോയി വരുന്നവരുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഇത് കുറച്ച് നല്ല പുതിയതാവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കൊല്ലങ്ങളോളം കേടുകൂടാണ്ട് നിൽക്കെങ്കിലും പുതിയതാവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ഇപ്പോൾ ആരാ വാങ്ങി ഉണ്ടാക്കണമെന്നല്ലേ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് തെറ്റിട്ടോ. പ്രത്യേകിച്ച് റമദാനൊക്കെ ആകുമ്പോൾ നമ്മളെ ഭാഗത്തൊക്കെ ഈ ഒരു സാധനം ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിങ്ങളിപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ 2 ടേസ്റ്റുള്ള കറിയും ഒരു മുളകൊടിച്ചതൊക്കെ ഉണ്ടാക്കിയത്. ഞാനിത് നാട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമാവണമെന്നില്ല കേട്ടോ, അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ ആരെങ്കിലും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. എന്നാലും ബാക്കിയുള്ളവർക്കും കൂടി അതൊരു ഉപകാരമാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.